ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞങ്ങൾ ലത്തിമ്പള്ളിയിൽ 7 മണിത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് 8:30 ആവാറായി. അപ്പോൾ ഞങ്ങളൊന്ന് റൗണ്ടിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രി തലേദിവസമായ കാരണം അവിടെ നല്ല വർണ്ണക്കാഴ്ചകളുണ്ട്. എല്ലാ മരത്തിമ്മയും മാല ലൈറ്റുകൾ ഇട്ടിട്ട് പല കളറിൽ. അപ്പോൾ അത് ഉണ്ട്. പിന്നെ അമ്പലങ്ങളിൽ തിരക്കും ഉണ്ട് കേട്ടോ. അവിടെയും ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ തിരി കൊടുത്ത് അങ്ങനെ കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും കയറിയില്ല കേട്ടോ അങ്ങോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഇന്ന് കോളേജിൽ മറ്റേ ആനുവൽ ഡേ പരിപാടി നടക്കണേ. അപ്പോൾ വിമല കോളേജിലാണ്. അപ്പോൾ അവളുടെ അവിടുത്തെ കോളേജിലത്തെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ അമ്പലത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ഇതൊക്കെ കാണാനായിട്ട് അവിടെ ഇറങ്ങിയില്ല. വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ലൈറ്റുകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകണം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ആ റൗണ്ടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മതിലുകൾ പൊളിച്ചിട്ടിട്ടുണ്ട്. ചിലയിടത്ത് മതിൽ ഇങ്ങനെ കെട്ടി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പോരാകുമ്പോഴേക്കും കഴിയുമെന്ന് വിചാരിക്കണം അങ്ങനെ. അപ്പോൾ ഇവിടെ ഈ നടുവിലാൻ്റെ അവിടുത്തെ ഇതിൽ അമ്പലത്തിൻ്റെ അവിടെ മറ്റേ ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അവിടെ എല്ലാ മരത്തിമ്മയും അവർ മാല ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതും പല കളറുകളാട്ടോ. ശിവരാത്രിനെ പ്രമാണിച്ച് ഭയങ്കര ക്യാമാണ് നമ്മുടെ തൃശ്ശൂർ ആഘോഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ അധികം വെയിറ്റ് ചെയ്ത് നിന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ കഴിഞ്ഞപ്പോൾ 8:45. അപ്പോഴേക്ക് മോള് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ വിമല കോളേജിൻ്റെ അവിടേക്ക് എത്താറായി. അപ്പോൾ പ്രോഗ്രാം ഈ പ്രാവശ്യം നേരത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ 10 മണിയൊക്കെ ആവും കഴിയുമ്പോൾ. ഈ പ്രാവശ്യം 8:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സ്ഥലത്തും തട്ടിമുട്ടി നിന്നൊന്നുമില്ല. വേഗം മോളെ കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ 58ാമത്തെ ആനുവൽ ഡേ ആണ് ഈ കൊല്ലം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികളും ഫങ്ഷനുകളൊക്കെ ആയിട്ട് നടക്കണം. അപ്പോൾ അവളെ ഞങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ വന്നു. അവിടെ 58ാമത്തെ കോളേജ് ഡേ സെലിബ്രേഷനാണ് അവളൊക്കെ നടക്കണം. അങ്ങനെ നിൽക്കണു. അപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്കും പിന്നെ അവൾ വേഗം വന്ന് കയറി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ ഈ കാണുന്നത് കുറ്റിമുക്ക് അമ്പലമാണ്. കുറ്റിമുക്ക് അമ്പലത്തിൻ്റെ പൂരാണ് മാർച്ച് 7-ാം തീയതി. പക്ഷേ ആ 10 ദിവസം മുന്നേ തന്നെ എല്ലാ ദിവസവും രാത്രി നിറയെ പരിപാടികളാട്ടോ അമ്പലത്തിൽ. വലിയ ക്യാമ്പായിട്ടാണ് ഈ പൂരം ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലെത്തി. കണ്ട ഒരു 9:15 ആവാറായിട്ടാണ് രാത്രി. ഈ കാണുന്നത് മാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ മാവിനെ കുറിച്ച്. ഈ പ്രാവശ്യം നേരത്തെ പൂത്തു. പക്ഷെ മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല. നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റർ ആകുമ്പോഴേക്കും ചിലപ്പോൾ മാങ്ങ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലായിടത്തും മാങ്ങ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഞങ്ങളുടെ വീട് ഈ ചെറിയ മാവുമ്പോൾ മാങ്ങ ഉണ്ടാവുക. 1.5 കൊല്ലമാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലം മാങ്ങ ഉണ്ടായി. ഈ പ്രാവശ്യം നേരത്തെ പൂത്തു. ഇത് ഞങ്ങളുടെ ഫിഷ് ടാങ്കാണ് കേട്ടോ. ഇതിൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്നും ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മീനുകൾ എന്നും ചാവുകളാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ശ്രദ്ധിക്കാറില്ല. ഇതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ മീനുകൾ എന്ന് പറയുന്നത് നിറയെ ഉണ്ടായി. അടിപൊളിയായിട്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമായ?